ലെബനനിലെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ല കമാൻഡറെ വധിച്ച ഇസ്രയേൽ. ഹിസ്ബുല്ല കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖബൈസിയെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിൽ വധിച്ചെന്ന് ഇസ്രയേൽ അറിയിച്ചു. സംഘർഷ പശ്ചാത്തലത്തിൽ UN കൗൺസിൽ ഇന്ന് ചേരും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഒരർത്ഥത്തിൽ വളരെയധികം ഭീതി ഉളവാക്കുന്ന വാർത്ത, മറ്റൊരർത്ഥത്തിൽ മലയാളികൾ അടക്കമുള്ള ഭാരതീയർക്ക് ആശങ്കയുളവാക്കുന്ന വാർത്ത. യുദ്ധ സമാനമായ സാഹചര്യം എന്ന് തീർച്ചയായിട്ടും പറയാവുന്നുള്ളൊരു അവസ്ഥ. ഒരു ചെറിയ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ അനാവശ്യമായ വാശിയും ജീവൻ പണയം വെച്ചും ആരുടെയൊക്കെ നാട്ടുകാരുടെ, സ്ത്രീകളുടെ, കുട്ടികളുടെ അടക്കം ജീവൻ ബലി കൊടുത്തും അവരുടെ ലക്ഷ്യങ്ങൾ, അതല്ലെങ്കിൽ വാർത്ത, എന്ത് നേട്ടമാണ് ഇതിൽ നിന്നുണ്ടാക്കുന്നതെന്ന് ഒരു സാധാരണ ലോജിക്കിലോ ബുദ്ധിക്കോ മനസ്സിലാകാത്ത രീതിയിൽ ഇസ്രയേലിനെ കടന്നാക്രമിച്ച് ഇസ്രയേലിൻ്റെ സ്വൈരജീവിതം നശിപ്പിച്ച് അവിടെ നിന്നുള്ള തിരിച്ചടി വാങ്ങിക്കൂട്ടുകയാണ്. പലവട്ടം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അടക്കം വന്ന് നേരിട്ട് ലെബനനിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു, ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ്, ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കണം, ഈ തീവ്രവാദികൾ കൂട്ടിയിരിക്കുന്ന ആയുധശേഖരം നശിപ്പിക്കണം, അതുകൊണ്ട് അവിടെ നിന്ന് മാറി താമസിക്കൂ, ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ പൂർവ്വസ്ഥിതി ഉണ്ടാവും, സാധാരണ നിലയിലേക്ക് തിരിച്ചു പോകും, അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാമെന്ന്. അവരെ പോകാൻ അനുവദിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയല്ലേ ഹിസ്ബുല്ല ചെയ്തത്? എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരം? കാര്യം മരണസംഖ്യ 600 അടുക്കുകയാണ്. ഐസൻ ജോസ്. തീർച്ചയായും പ്രദീപ്, അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ സംഭവം ഇപ്പോൾ ഒരു വർഷം തികയാറാകുന്നു ഹമാസിന്റെ ഇസ്രായേലിലേക്കുള്ള ആക്രമണം നടന്നിട്ട്. ഒക്ടോബർ 7 ഒരു വർഷം തികയുകയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ ആക്രമണം തുടരുന്നത്, അന്ന് തന്നെ ഈ ആക്രമണം ഉണ്ടാകുന്നത് പ്രധാനമായും ഈ വിഷയത്തിലുള്ള, ഈ പ്രശ്നത്തിലുള്ള ആക്രമണം അതിശക്തമായി ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം തന്നെ ഇത്തരത്തിൽ ഒഴിഞ്ഞു പോകാനുള്ള മുന്നറിയിപ്പ് സൈറനുകളോ ഒന്നും തന്നെ വകവെക്കേണ്ടതില്ലെന്ന് അന്ന് ഹമാസ് ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞതാണ്. സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ ലെബനനിലും ആവർത്തിക്കുന്നത്. ലെബനനിൽ ഹിസ്ബുള്ള സമാനമായ രീതിയിൽ ഒഴിഞ്ഞു പോകേണ്ടതില്ല എന്ന നിലപാട് അറിയിക്കുകയും അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു മരണസംഖ്യയിലേക്ക്, നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ 600ഓളം പേർ മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ശക്തമായ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഇബ്രാഹിം ഖുബൈസി എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ കമാൻഡറിനെ, അതായത് മിസൈൽ ലോഞ്ചിങ് സംവിധാനങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നിയന്ത്രിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്ന ആക്രമണം ഇന്നലെ നടന്നുവെന്നും ആ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെട്ടുവെന്നും വളരെ കൃത്യമായി ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ വാർത്ത എന്ന് ഇപ്പോൾ നമുക്ക് പറയാനാവുന്നത്, ഹിസ്ബുള്ളയും ഈ കൊലപാതകം അല്ലെങ്കിൽ തങ്ങളുടെ കമാൻഡർ വധിക്കപ്പെട്ടു എന്ന നിലപാട് വളരെ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആക്രമണം ശക്തമാക്കാനും ഹിസ്ബുള്ളക്കെതിരായ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ബന്ദികളുടെ മോചനം സംബന്ധിച്ച നിലപാടുകളിൽ കർക്കശമായ ചില നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഹിസ്ബുള്ള കൂടുതൽ ആക്രമണോത്സുകമായി ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും ഹമാസിനെ സമാധാന ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യവും സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ ഹമാസിനെ അമേരിക്കയുടെ സമാധാന വിഷൻ അല്ലെങ്കിൽ സമാധാന നിർദ്ദേശങ്ങളെ പൂർണ്ണമായും ഹമാസ് തള്ളുന്ന സാഹചര്യങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ പോയത് ഒരു പരിധി വരെ ഈ ഹിസ്ബുള്ളയുടെ ഇത്തരത്തിലുള്ള ആക്രമണോത്സുകമായ ഒരു പിന്തുണ തന്നെയാണ്. അത്തരമൊരു സാഹചര്യം ഇല്ലാതാക്കുക എന്നത് ലോക സമാധാനം അടിയന്തരമായി നടപ്പാക്കേണ്ടതിന് കേവലം ഹിസ്ബുള്ളയും അല്ലെങ്കിൽ ലെബനനിലെ വിഷയങ്ങളും മാത്രമല്ല, മറിച്ച് ഗാസയിലെ വിഷയങ്ങളും ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നിയന്ത്രണവും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് അനിവാര്യമാണ് ഈ ആക്രമണം എന്നതുകൂടിയാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ മുതിരുകയും ചെയ്യുന്നത്. 600ഓളം പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിലെ സാഹചര്യത്തിൽ കമാൻഡർ കൊല്ലപ്പെട്ടുവെന്നും ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രദീപ്. റൈറ്റ് ഐസൻ, അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ അതാണ് ഐസൻ പറഞ്ഞത്. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം മുഹമ്മദ് ഖബൈസിയെ വധിച്ചു എന്ന ഇസ്രയേലിൻ്റെ അറിയിപ്പ് ശരിവച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള തന്നെ. എന്തായാലും സാമാന്യ ബോധമുണ്ടാകും, ബുദ്ധി വരും എന്ന് പ്രതീക്ഷിക്കാം, ജനങ്ങളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട്.